5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കേരള തീരം പൊതുവെ നമ്മൾ വളരെ സുന്ദരമാണെന്ന് പറയാറുണ്ട്. വളരെ സുന്ദരമാണത്. അതുപോലെ തന്നെ കേരള തീരം വളരെ വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സമ്പുഷ്ടമായ മണൽത്തീരങ്ങളായിരുന്നു. മണൽത്തീരങ്ങളാം ഏതാണ്ട് 594 അല്ല 95 600-നടുത്ത് കിലോമീറ്റർ നീളമുള്ള കേരള തീരത്ത് അതിലെ 540 കിലോമീറ്ററും മണൽത്തീരമായിരുന്നു. വളരെ സമ്പുഷ്ടമായ വളരെ വീതിയുള്ള മണൽത്തീരമായിരുന്നു. പിന്നെ നമുക്ക് കുന്നുകൾ, തീരക്കുന്നുകൾ, അഴികൾ, പൊഴികൾ ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഉള്ളൊരു തീരം, ആ തീരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് മണൽത്തീരം വളരെയധികം നഷ്ടപ്പെട്ട ഏതാണ്ട് 400 കിലോമീറ്ററോളം നമ്മുടെ ഇൻ്റർവെൻഷൻസ്, ഇടപെടലുകൾ, പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻസ്, അത് തീരസംരക്ഷണത്തിനായിട്ടുള്ളതാകാം, പോർട്ടിന് വേണ്ടിയുള്ളതാകാം, ഫിഷിംഗ് ഹാർബേഴ്സിന് വേണ്ടിയുള്ളതാകാം, ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടന്നിട്ടുള്ള പ്രദേശമാണ് ഏതാണ്ട് 400 കിലോമീറ്റർ തീരം എന്ന് പറയുന്നത്. ആ 400 കിലോമീറ്റർ തീരം ഏതാണ്ട് ബീച്ചില്ലാത്തുള്ളൊരവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തീരമണൽ ഖനനവും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഇടപെടലുകൾ നമ്മുടെ തീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ മാറ്റിമറിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു പക്ഷേ 1828, 29, 30 ആ കാലഘട്ടത്തിൽ കൊച്ചി വേമ്പനാട് കായൽ അറബിക്കടലുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധിക്കുന്ന പൊഴിയായിരുന്നു കൊച്ചിപ്പൊഴി, വേമ്പനാട് കായലുമായിട്ട്. ആ പൊഴി ഒരു വലിയ തിട്ടയായിരുന്നു, മണൽത്തിട്ടയായിരുന്നു. ആ മണൽത്തിട്ട മാറ്റി, ഡ്രഡ്ജ് ചെയ്ത് മാറ്റി, തീരക്കടലും കായലും ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടി കൊച്ചി പോർട്ട് നിർമ്മിക്കുക എന്നതായിരുന്നു, നിർമ്മിച്ചതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു ഇടപെടൽ. നമ്മുടെ തീരത്തെ അതിൻ്റെ സ്വാഭാവിക പ്രക്രിയകളെ തടസ്സപ്പെടുത്തിയ ഇടപെടൽ അതായിരുന്നു. അത് വലിയ തോതിലുള്ള ഒരു ഇടപെടലായിരുന്നു. ആ മണൽ വാരി നമ്മൾ കായൽ നികത്തി വെല്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ടാക്കുകയും മറ്റ് പല സ്ഥലങ്ങളും, കായലിനോട് ചേർന്നുള്ള പല സ്ഥലങ്ങളും നമ്മൾ നികത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആ തരത്തിലെ ഒരു ഇൻ്റർവെൻഷൻ, അതിൻ്റെ ഫലം നമ്മൾ പിന്നെ അനുഭവിച്ചിരുന്നു. ചെല്ലാനം ഭാഗത്ത്, കണ്ണമാലി ഭാഗത്ത് ഒക്കെ ഉണ്ടായ വലിയ തോതിലുള്ള തീരശോഷണത്തിന് അതായിരുന്നു പ്രധാന കാരണമെന്ന് പിന്നീട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു ഇൻ്റർവെൻഷൻ നടക്കുമ്പം ഇങ്ങനെയുള്ള അതിൻ്റെ ആഘാതത്തെ പരിഹരിക്കാനായിട്ട്, അല്ല അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പരിഹരിക്കാനായിട്ടുള്ളൊരു ശ്രമം നമ്മൾ എടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഈ പല ഇടപെടലുകളുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ വൈപ്പിൻ ഭാഗത്ത് വലിയ തോതിലുള്ള തീരം വെച്ചതും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ നമ്മൾ 4 കടൽപ്പാലങ്ങൾ നമ്മുടെ കേരള കടൽ തീരത്ത് പണിതിരുന്നു. തിരുവനന്തപുരത്ത് വലിയതുറയിൽ, ആലപ്പുഴയിൽ, കോഴിക്കോട്, തലശ്ശേരിയിൽ. പക്ഷെ ഈ കടൽപ്പാലങ്ങൾ തൂണുകളിൽ നിന്നതുകൊണ്ട് ആ പാലങ്ങൾ നമ്മുടെ പോർട്ട്, ഇൻ്റർമീഡിയറ്റ് പോർട്ട് എന്നുള്ള രീതിയിൽ പണിതതാണ്. തൂണുകളിൽ നിന്നുകൊണ്ട്, തൂണുകളിൽ നിർമ്മിച്ചത് കൊണ്ട് ഇതിൻ്റെ മണൽ വിന്യാസത്തെയോ അല്ലെ അവിടുത്തെ സ്വാഭാവിക പ്രക്രിയകളെ വളരെ കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല എന്നുള്ളത് പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനോട് ഒപ്പമാണ് നമ്മൾ പല തീരശോഷണം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള അതിൻ്റെ സംരക്ഷണത്തിനായിട്ടുള്ള പലതരത്തിലുള്ള നിർമ്മാണങ്ങൾ നമ്മൾ തുടങ്ങിയത്. ചിലക്കൂര പുലിമുട്ടുകൾ, ചെറിയ പുലിമുട്ടുകൾ നമ്മൾ ആദ്യം പണിതും അതിപ്പോഴും അതേ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചിലക്കൂര പുലിമുട്ട് പണിതത് TS കനാലിൻ്റെ തുരങ്കങ്ങൾ, TS കനാലും അതിനോട് ചേർന്നുള്ള വർക്കല തുരങ്കവും ഒക്കെ
കടലിനോട് വളരെ ചേർന്ന് പോകുന്നത് കൊണ്ട് അതിനൊരു അഡീഷണൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ആ പുലിമുട്ടുകൾ പണിതത്. അതൊരു കടൽ ആക്രമണത്തെയോ അല്ല തീരശോഷണത്തെയോ പ്രതിരോധിക്കാനായിരുന്നില്ല. ആ പുലിമുട്ടുകൾ ഇപ്പോഴും അവിടെ തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. 1700കളുടെ അവസാനമാണ് അത് പണിതത്. അതിനുശേഷം അതോടൊപ്പം നമ്മുടെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം, അവരുടെ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട് ഫിഷിംഗ് ഹാർബറുകൾ നമ്മൾ പണിയാൻ തുടങ്ങി. ആ ഫിഷിംഗ് ഹാർബറുകൾ പണിയാൻ തുടങ്ങിയപ്പം അതിനു വേണ്ടി നിർമ്മിക്കുന്ന ബ്രേക്ക് വാട്ടേഴ്സ് അല്ലേ വലിയ പുലിമുട്ടുകൾ, അതിനുവേണ്ടി നടത്തുന്ന ഡ്രഡ്ജിങ്, ക്യാപിറ്റൽ ഡ്രഡ്ജിങ്, ഇത് ഹാർബർ പണിയുമ്പം നടത്തുന്ന ഡ്രഡ്ജിങ്, അത് കഴിഞ്ഞ് അതിൻ്റെ മെയിൻ്റനൻസ്, നിലനിർത്താനായിട്ട് അതിൻ്റെ ആഴം നിലനിർത്താനായിട്ട് നടത്തുന്ന ഡ്രഡ്ജിങ്, ഇതെല്ലാം നമ്മുടെ തീരത്തെ മണലിനെ നമ്മൾ വാരി മാറ്റിയിട്ട് നമ്മളത് തീരത്തെവിടെയെങ്കിലും തിരിച്ചു കൊടുക്കാറില്ലായിരുന്നു. അത് നമ്മൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും വിൽക്കുകയോ എന്ത് വേണേലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നടന്നിരുന്നത്. അപ്പം ഇത് നമ്മുടെ തീരത്തിൻ്റെ മണലിൻ്റെ ലഭ്യത കുറയ്ക്കാനായിട്ടുള്ള കാരണമായിട്ടുണ്ട്. അതുപോലെ ഈ പുലിമുട്ടുകൾ പലപ്പോഴും കടലോര ധാരകളെയും മണലിൻ്റെ ഒഴുക്കിനെയും അത് ബാധിച്ചിരുന്നു. അങ്ങനെ വന്നപ്പം ഒരു ഭാഗത്ത് മണൽ അടിഞ്ഞുകൂടുകയും മറുഭാഗത്ത് മണലിൻ്റെ ലഭ്യത കുറയുകയും തീരശോഷണം നടക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് നമ്മുടെ തീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കാനായിട്ട് വലിയ അളവിൽ കാരണമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിർമ്മിതികളും അതുപോലെ തന്നെ ഡ്രഡ്ജിങ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദൃഢനിർമ്മിതികൾ, കടൽഭിത്തികൾ, പുലിമുട്ടുകൾ പോലുള്ള ഗ്രോയിൻസ് പോലുള്ള തീര സംരക്ഷണ സംവിധാനങ്ങൾ. അതും നമ്മൾ തീരം സംരക്ഷിക്കാൻ പടുന്നതാണെന്നുണ്ടെങ്കിലും അത് പലപ്പോഴും തീരശോഷണത്തിന് അല്ലെങ്കിൽ തീരത്തെ സ്വാഭാവിക പ്രക്രിയയ്ക്ക് മാറ്റം വരുത്തുകയും തീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പല സ്ഥലത്തും അതിൻ്റെ എൻഡറോഷൻ നമ്മൾ പറയുന്നത് അവസാനിക്കുന്ന ഭാഗത്ത് വലിയ തോതിലുള്ള തീരശോഷണത്തിനും കാരണമായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ തീരത്തിൻ്റെ സ്വാഭാവികമായ പ്രക്രിയകളെ, മണലിൻ്റെ സ്വാഭാവിക വിന്യാസത്തെയാണ് തടസ്സപ്പെടുത്തിയത്. അത് ഉണ്ടാക്കിയിട്ടുള്ള തീരത്തിന് വരുത്തിയിട്ടുള്ള ശോഷണവും ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് തീരശോഷണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവിടെ താമസിക്കുന്ന തീരദേശവാസികളെയാണല്ലോ. അവർക്ക് പല മേഖലകളിൽ അവരവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ വീടുകൾ പോയിട്ടുണ്ട്, വസ്തുവകകൾ പോയിട്ടുണ്ട്, റോഡുകൾ പോയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ കരിമണൽ ഖനനം. അത് വലിയൊരു റിസോഴ്സാണ്. ആ റിസോഴ്സിനെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ അതിനെ ഖനനം ചെയ്തിട്ട് ഖനനം ചെയ്തെടുക്കുക എന്നുള്ളത് കേരളത്തിലെ ചവറ ഭാഗത്ത് നീണ്ടകര തൊട്ട് ആലപ്പാട് വരെയുള്ള കായംകുളം പൊഴി വരെയുള്ള ആ ഭാഗത്തെ റിസോഴ്സസിനെ നമ്മൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പം ഈ മണലിനെ വാരി നമ്മൾ അവിടെ നിന്ന് പോകുമ്പം തീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന മണലിനെ നമ്മൾ അവിടെ നിന്ന് വാരി കൊണ്ടുപോകുമ്പം അവിടെ മണലിൻ്റെ ലഭ്യത കുറയുകയും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അങ്ങോട്ട് വരുന്ന, ഇവിടെ മണൽ കുറയുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അങ്ങോട്ട് വരുന്ന മണലിനെ വീണ്ടും നമ്മൾ വാരിയെടുക്കുകയും ഒക്കെ ചെയ്യുമ്പം മണലിൻ്റെ ലഭ്യത, തീരത്തെ മണലിൻ്റെ ലഭ്യത, അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ട മണലിൻ്റെ ലഭ്യത കുറയുകയാണ്. അപ്പം അങ്ങനെ കുറഞ്ഞ് ആ ഭാഗങ്ങളിലൊക്കെ വലിയ തോതിലുള്ള തീരശോഷണം നടന്നിട്ടുണ്ട്. വലിയ തോതിൽ ആൾക്കാർ അവിടെ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ അടുത്ത കാലത്ത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടെ നമ്മൾ ഈ മണൽ വാരുമ്പം, ഈ കരിമണൽ വാരുമ്പോൾ ഓരോ സീസണിൽ ഓരോ കാലത്ത് നമുക്ക് എത്ര വാരാം, അതിൻ്റെ സന്തുലിതാവസ്ഥയെ വലിയ തോതിൽ ബാധിക്കാതെ എങ്ങനെ വാരാം, എത്ര വാരാം, ഓരോ മാസത്തിലും എത്ര വാരാം എന്നുള്ളതിനെ അല്ല ഖനനം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ ഉണ്ടാക്കി നമ്മൾ ചെയ്യേണ്ടതാണ്. അത് അടുത്ത കാലത്ത് IREL അതിനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ദോഷവശത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. അതെല്ലാം
പിന്തിരിഞ്ഞു നോക്കുമ്പം നമ്മൾക്ക് നമ്മുടെ അറിവിൻ്റെ പരിമിതികളായിരിക്കാം, അല്ല ടെക്നോളജിയുടെ പരിമിതികളായിരിക്കാം. ഇതെല്ലാം കൊണ്ട് നമുക്കതിനെ വേണ്ട വിധത്തിൽ അതിനെ നമുക്ക് പരിഹാരം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുപോലെയാണ് ഇപ്പം നമ്മുടെ പോർട്ടുകളുടെയൊക്കെ വികസനം ഇപ്പം നടക്കുകയാണ്. ആ വികസനം കൊച്ചിൻ പോർട്ടിൽ വലിയ തോതിലുള്ള ഒരു വികസനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, അത് മണൽ വാരി തീരക്കടൽ നികത്തി അതിനെ വികസിപ്പിക്കാനായിട്ട് ഔട്ടർ പോർട്ട് വികസിപ്പിക്കാനാണ് നമ്മൾ പരിപാടി ഇടുന്നത്. പക്ഷേ അവിടെയും ഇതിൻ്റെ ആഘാതം കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുള്ളൊരാവശ്യമുണ്ട്. അങ്ങനെ വിലയിരുത്തിയിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ നമുക്കറിയാമല്ലോ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വിഴിഞ്ഞ ഹാർബറും, അവിടെയും വലിയ തോതിൽ തീരക്കടലിൽ നിന്ന് മണൽ നമ്മൾ വാരുന്നുണ്ട്. 15 മീറ്റർ തൊട്ട് 21 മീറ്റർ വരെയുള്ള ഭാഗത്തുനിന്ന്, ആഴമുള്ള ഭാഗത്തുനിന്ന് കടലിൽ 15 മീറ്റർ തൊട്ട് 20, 21, 22 മീറ്റർ വരെ ആഴമുള്ള ഭാഗത്തുനിന്ന് മണൽ വാരി തീരക്കടൽ ഏതാണ്ട് 66 ഹെക്ടർ തീരക്കടൽ നികത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, തീരക്കടലിലെ മണൽ നമ്മൾ വാരി മാറ്റുന്നു. തീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ട മണലാണത്. അതിനെ നമ്മൾ തീരക്കടൽ നികത്തുമ്പോൾ അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ്. അതിനെ അവിടെ നമ്മൾ ലോക്ക് ചെയ്ത് പൂട്ടിയിടുകയാണ്. അപ്പം അത് തീരത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ ലഭ്യത ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലോട്ടാണ്. അതുപോലെ തന്നെ അത് ഇനിയും വികസിപ്പിക്കാൻ പോവുകയാണ്. അപ്പം അവിടെയൊക്കെ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം വിഴിഞ്ഞം തീരം അവിടെ ഈ ഹാർബറിൻ്റെ പണി നടക്കുമ്പം തന്നെ, അല്ലെങ്കിൽ അതിന് പോർട്ടിൻ്റെ പണി തുടങ്ങുമ്പം തന്നെ ആ മേഖല, അതിൻ്റെ ചുറ്റുമുള്ള മേഖല വലിയ തോതിൽ തീരശോഷണം അനുഭവിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പോർട്ട് പണിയുമ്പം പ്രത്യേക ശ്രദ്ധ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രദ്ധ നമ്മൾ എടുത്തിരുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കും. ഈ തരത്തിൽ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട്, അതുപോലെ തന്നെയാണ് പൊഴികളിൽ നിന്നുള്ള മണൽ വാരൽ, അത് വ്യാപകമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ആ മണൽ വാരി നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്, വള്ളത്തിലും ലോറിയിലും ഒക്കെ കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴും അതും ഈ നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന, അതിപ്പം പല സ്ഥലങ്ങളിലും നടക്കുന്നില്ല. കാരണം തീരദേശവാസികൾ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും അതിനെ അവർ തടസ്സം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അത് നടക്കുന്നില്ല. പക്ഷേ അത് വളരെ കാലം അത് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ആ മണൽ വാരലും തീരദേശത്തെ തീര മേഖലയിൽ മണലിൻ്റെ ലഭ്യത വളരെ കുറയ്ക്കുകയും അത് നമുക്ക് സാരമല്ലാത്ത പ്രശ്നങ്ങൾ തീരത്തിനുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇടപെടലുകൾ നടത്തുമ്പം പലപ്പോഴും നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കും. അതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, ഒരു പക്ഷേ നമ്മളെല്ലാം വിചാരിച്ചിരുന്ന ഒരു കാലത്ത് മഡ് ബാങ്ക് ചാകര ഉണ്ടാകുന്നിടത്ത്, ചാകരയിൽ നിന്നാണ് ചാകര പ്രദേശത്ത് നിന്നാണ് മീൻ പിടിക്കുക എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അറിയാൻ മേലാത്തവർക്ക് പൊതുവേ ഉണ്ടായിരുന്നു. ഒരു 2013-ലോ 14-ലോ ആലപ്പുഴയിൽ ഈ ചാകര ഉണ്ടാകുന്ന ഒരു പ്രദേശത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ നാട്ടുകാരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പം അന്നാണ് അവർ പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇത്, ബോട്ട് ഇറക്കാനും മീൻ പിടിച്ചുകൊണ്ട് ബോട്ട് തിരിച്ചു വരാനും വേണ്ടിയുള്ളൊരു സ്ഥലമാണ് ചാകര പ്രദേശം എന്ന് പറയുന്നത്. അത് മീൻ പിടിക്കുന്നത് ചാകര പ്രദേശം കഴിഞ്ഞിട്ട് കടലിലോട്ട് മാറിയാണ് മീൻ പിടിക്കുന്നത്, വലയിട്ട് മീൻ പിടിക്കുന്നതൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. അപ്പം അത് പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാട്ടറിവിൻ്റെ ഒരു പ്രാധാന്യമാണ്. പലപ്പോഴും നമ്മൾ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ നടത്താറുണ്ട്. ഈ നാട്ടറിവ് പലപ്പോഴും ആ തീരത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ ഹാർബറുകളുടെ പല ഡിസൈനും തെറ്റിപ്പോയതെന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ ഉപയോഗിച്ച ഡാറ്റയുടെ തകരാറാണ്. അത് ഒരു പക്ഷേ ഈ തരത്തിലുള്ള നാട്ടറിവ് അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തിയാൽ ഏത് പ്രോജക്റ്റും അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രദേശത്തെ ആൾക്കാരുമായിട്ട്, അവിടെ ഇതിനെക്കുറിച്ച് പറയാനറിയാവുന്നവരുമായിട്ട് നമ്മളൊരു സംവാദം നടത്തിയാൽ പല കാര്യങ്ങളും നമുക്ക്
നമ്മളെ തന്നെ തിരുത്താൻ പറ്റും. ഇതൊക്കെ ഇനിയുള്ള കാലത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതിന് ഏത് തരത്തിലുള്ള പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റും, പരിഹാരം ചെയ്യാവുന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് അവിടുത്തെ തീരദേശത്തെ ജനതയ്ക്ക് അവർക്ക് അവരുടെ സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സം വരാത്ത രീതിയിൽ, അവരുടെ ഉപജീവനത്തിന് തടസ്സം വരാത്ത രീതിയിൽ, അവരുടെ അധിവാസ മേഖലകൾക്ക് തടസ്സം വരാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഇടപെടലുകൾ നടത്താമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയും അതനുസരിച്ചിട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തീരം ഇനിയെങ്കിലും നന്നായിരിക്കും. ഇപ്പോൾ ഉള്ള മണൽ തീരത്തെ നമുക്ക് സംരക്ഷിക്കാനായിട്ടുള്ള തീരപരിപാലന പദ്ധതി അല്ലെ ബീച്ച് മാനേജ്മെൻറ്റ് പ്ലാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മുടെ തീരത്തെ നമുക്ക് സംരക്ഷിക്കാനും പറ്റും. ഇതൊക്കെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് ചെയ്യേണ്ടത്.